ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരയുടെ സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 32:6. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ദിവസം അച്ഛൻ ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ ദിവസങ്ങളിലൂടെ ഞാനും നിങ്ങളും സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ കേൾക്കുന്ന വാർത്തകൾ നമുക്ക് അത്ര സുഖകരമായ വാർത്തകളല്ല. എത്രയോ മനുഷ്യരാണ് കഷ്ടതയിലും നിരാശയിലും ഒക്കെ പെട്ട് ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ ഭൂമി വിട്ട് കടന്നു പോകുന്നത്. മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത്രത്തോളം പോറ്റി പുലർത്തിയ ഒരു ദൈവം നാളെയും അത്ഭുതകരമായി പോറ്റി പുലർത്തും എന്നൊരു പ്രത്യാശ നഷ്ടപ്പെടുന്നിടത്താണ് നിരാശയിൽ ജീവിതം പലപ്പോഴും അവസാനിപ്പിക്കാനും കൈവിട്ടുപോയി എന്നൊരു ചിന്തയൊക്കെ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരിക. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നവരോട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് പ്രിയമുള്ളവരേത്. നിന്റെ ജീവിതത്തിൽ ആപത്തും കഷ്ടതയും കരകവിഞ്ഞൊഴുകിയാലും നീ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, അവനോട് ചേർന്നിരിക്കുന്നവനാണെങ്കിൽ ഭയപ്പെടേണ്ട. നിന്റെ സമീപത്ത് ഒരു ദൈവമുണ്ട്. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും നിന്നെ അത് സമീപിക്കുകയില്ല. ഈ പ്രഭാതത്തിൽ നിരാശ വിട്ടുമാറി പ്രത്യാശയുടെ തീരത്ത് കർത്താവ് സന്തോഷത്തോടെ ഒരു ദിവസം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.